ليس على الضعفاء ولا على المرضى ولا على الذين لا يجدون ما ينفقون حرج إذا نصحوا لله ورسوله ما على المحسنين من سبيل والله غفور رحيم. ദുർബലരും രോഗികളും ജിഹാദിന് പോകാൻ ചിലവിന് വകയില്ലാത്തവരും ഒഴിഞ്ഞു നിൽക്കുന്നതിൽ കുറ്റമൊന്നുമില്ല. അവർ അല്ലാഹുവിനോടും അവന്റെ ദൂതനോടും നിഷ്കളങ്കമായ ഗുണകാംക്ഷയുള്ളവരാണെങ്കിൽ ഇത്തരം സജ്ജനങ്ങളെ ആക്ഷേപിക്കാൻ ഒരു ന്യായവുമില്ല. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനുമല്ലോ. ഈ സൂക്തത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാകുന്നു. പ്രത്യക്ഷത്തിൽ പ്രതിബന്ധമുള്ളവർക്ക് തന്നെ ജിഹാദിൽ നിന്ന് മാറി നിൽക്കാൻ കേവലമായ ബലഹീനതയോ രോഗമോ അവശതയോ കഴിവില്ലായ്മയോ മതിയായ ഒഴികഴിവല്ല. അല്ലാഹുവിനോടും റസൂലിനോടും കൂറുള്ളവരായിരിക്കുമ്പോൾ മാത്രമേ ആ പ്രതിബന്ധങ്ങൾ അവർക്ക് ഒഴികഴിവാവുകയുള്ളൂ. കൂറും ഗുണകാംക്ഷയുമില്ലെങ്കിൽ നിർണായക ഘട്ടത്തിൽ രോഗിയോ അവശനോ ആയെന്നതു മാത്രം ഒരാൾക്ക് മാപ്പ് നൽകാൻ കാരണമാകുന്നില്ല. അല്ലാഹു ബാഹ്യവശം മാത്രമല്ല വീക്ഷിക്കുന്നത്. അതിനാൽ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും വാർദ്ധക്യവും ശരീര ദൗർബല്യവും എടുത്തുകാട്ടുകയും ചെയ്യുന്ന എല്ലാവരും അവങ്കൽ ഒരേ തരത്തിൽ പ്രതിബന്ധമുള്ളവരായി ഗണിക്കപ്പെടുകയില്ല. കുറ്റവിചാരണയിൽ ഒഴിവാക്കപ്പെടുകയുമില്ല. അല്ലാഹു അവരിൽ ഓരോരുത്തരുടെയും ഹൃദയം പരിശോധിക്കും. രഹസ്യവും പരസ്യവുമായുള്ള എല്ലാ പെരുമാറ്റവും വിലയിരുത്തും. എന്നിട്ട് അവരുടെ ഒഴികഴിവ് അനുസരണശീലനായ അടിമയുടെ ഒഴികഴിവാണോ അതല്ല വഞ്ചകന്റെയും ധിക്കാരിയുടെയും ഒഴിഞ്ഞുമാറ്റമാണോ എന്ന് തീരുമാനിക്കും. യുദ്ധത്തിനുള്ള ആഹ്വാനം കേൾക്കുമ്പോൾ ഒരുവൻ ഹാവൂ എനിക്ക് രോഗം പിടിപെട്ടത് എത്ര നല്ല സന്ദർഭത്തിലായി, അല്ലെങ്കിൽ ഒരു നിലയ്ക്കും ഈ പൊല്ലാപ്പ് ഒഴിവാകുമായിരുന്നില്ല, വെറുതെ കഷ്ടപ്പാട് സഹിക്കേണ്ടി വന്നേനെ എന്നാശ്വസിക്കുകയും തന്റെ രോഗത്തിന് മനസ്സാ ആയിരമായിരം നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അതേ അവസരം സന്നിഗ്ധവേളയിൽ മറ്റൊരുവന്റെ മനോഭാവം നോക്കൂ. അദ്ദേഹം വിലപിക്കുന്നു, ഹാ എന്തൊരു നിർണായക വേളയിലാണ് ഈ നാശം പിടിച്ച രോഗം എന്നെ ഗ്രസിച്ചു കളഞ്ഞത്. രണാങ്കണത്തിൽ എടുത്തു ചാടേണ്ടിയിരുന്ന ഈ സന്ദർഭം ഇങ്ങനെ രോഗശയ്യയിൽ നഷ്ടപ്പെട്ടു പോകുന്നുവല്ലോ. ഒരാൾ തനിക്ക് ചുളുവിൽ രക്ഷപ്പെടാൻ അവസരം കിട്ടിയതുകൊണ്ട് മതിയാക്കാതെ മറ്റുള്ളവരെ കൂടി യുദ്ധസംരംഭത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. മറ്റേയാളാകട്ടെ രോഗശയ്യയിലാണെങ്കിലും പ്രിയപ്പെട്ടവരെയും ബന്ധുമിത്രാദികളെയും ജിഹാദിന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. തന്റെ ശുശ്രൂഷകന്മാരോടുപോലും പറയുന്നതിങ്ങനെയാണ്, എനിക്ക് അല്ലാഹു മതി, ചികിത്സയും ശുശ്രൂഷയുമൊക്കെ എങ്ങനെയും നടന്നുകൊള്ളും. ഞാൻ ഒരുത്തനു വേണ്ടി സത്യദീനിന്റെ സേവനത്തിന് ഉപകാരപ്പെടുന്ന ഈ വിലപ്പെട്ട സന്ദർഭം നഷ്ടപ്പെടുത്തരുത്. ഒരാൾ രോഗകാരണം പറഞ്ഞ് യുദ്ധകാലത്ത് വീട്ടിൽ ചടഞ്ഞുകൂടുന്നു. ചീത്ത വാർത്തകൾ പ്രചരിപ്പിച്ചും ജനങ്ങളുടെ മനോവീര്യം കെടുത്തിയും യുദ്ധസംരംഭങ്ങളെ അപകടപ്പെടുത്താൻ നോക്കുന്നു. യോദ്ധാക്കളുടെ അഭാവത്തിൽ അവരുടെ ഭവനങ്ങളിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. മറ്റേയാളാവട്ടെ സമരരംഗത്തെത്താൻ ഭാഗ്യമില്ലെന്ന് കണ്ടപ്പോൾ കഴിവിൽപ്പെട്ടിടത്തോളം ആഭ്യന്തര മുന്നണി ശക്തിപ്പെടുത്താൻ പരമാവധി സേവനങ്ങൾ അർപ്പിക്കുന്നു. ബാഹ്യവീക്ഷണത്തിൽ ഇരുവരും പ്രതിബന്ധമുള്ളവർ തന്നെ. പക്ഷേ അല്ലാഹുവിന്റെ ദൃഷ്ടിയിൽ രണ്ടുപേരും ഒരു നിലയ്ക്കും തുല്യരല്ല. അവങ്കൽ വല്ല വിട്ടുവീഴ്ചയുമുണ്ടെങ്കിൽ രണ്ടാമന് മാത്രമേയുള്ളൂ. ഒന്നാമൻ പ്രതിബന്ധമുണ്ടെങ്കിലും വഞ്ചനയും കൂറില്ലായ്മയും കാണിച്ചവനത്രേ. ولا على الذين إذا ما أتوك لتحملهم قلت لا أجد ما أحملكم عليه تولوا وأعينهم تفيض من الدمع حزنا ألا يجدوا ما ينفقون. താങ്കളെ സമീപിച്ച് ഞങ്ങൾക്ക് വാഹനം കിട്ടുമാറാക്കണമെന്നപേക്ഷിച്ചവരും ഇപ്രകാരം നിരപരാധികളാകുന്നു. നിങ്ങൾക്ക് വാഹനം ഏർപ്പെടുത്താൻ സാധിക്കുന്നില്ലല്ലോ എന്ന് താങ്കൾ പറഞ്ഞപ്പോൾ അവർ ഗത്യന്തരമില്ലാതെ തിരിച്ചുപോയതായിരുന്നു. അപ്പോൾ അവർ കണ്ണീരൊഴുക്കുന്നുണ്ടായിരുന്നു. സ്വന്തം ചെലവിൽ ജിഹാദിന് പോകാൻ കഴിവില്ലാത്തതിൽ അതീവ ദുഃഖിതരായിരുന്നു അവർ. إنما السبيل على الذين يستأذنونك وهم أغنياء رضوا
بأن يكونوا مع الخوالف وطبع الله على قلوبهم فهم لا يعلمون. സമ്പന്നരായിരുന്നിട്ടും ജിഹാദിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിടുതൽ നൽകാൻ താങ്കളോട് അപേക്ഷിച്ചവരെക്കുറിച്ച് മാത്രമാകുന്നു ആക്ഷേപമുള്ളത്. വീട്ടിലിരിക്കുന്നവരോടൊപ്പം കഴിയുവാനാണ് അവർ ഇഷ്ടപ്പെട്ടത്. അല്ലാഹു അവരുടെ ഹൃദയങ്ങളിന്മേൽ മുദ്രവച്ചു. അതുകൊണ്ട് ഈ നിലപാട് അല്ലാഹുവിന്റെ സന്നിധിയിലെത്തുമ്പോൾ എന്തു ഫലമാണുളവാക്കുക എന്ന് ഇപ്പോൾ അവർ തീരെ അറിയുന്നില്ല. يعتذرون إليكم إذا رجعتم إليهم قل لا تعتذروا لن نؤمن لكم قد نبأنا الله من أخباركم وسيرى الله عملكم ورسوله ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. നിങ്ങൾ തിരിച്ചെത്തിയാൽ അവർ പലതരം ഒഴികഴിവുകളും ബോധിപ്പിക്കും. എന്നാൽ നിങ്ങൾ തീർത്തു പറഞ്ഞുകൊള്ളുക, ഒഴികഴിവൊന്നും പറയേണ്ട, നിങ്ങളെ ഞങ്ങൾ ഒട്ടും വിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ സ്ഥിതിഗതികൾ അല്ലാഹു ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഭാവിയിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹുവും അവന്റെ ദൂതനും കണ്ടറിഞ്ഞുകൊള്ളും. പിന്നീട് ദൃശ്യവും അദൃശ്യവുമായ സകലതും അറിയുന്നവങ്കിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നതാകുന്നു. അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതെന്തെന്ന് അവൻ അറിയിച്ചു തരികയും ചെയ്യും. سيحلفون بالله لكم إذا انقلبتم إليهم لتعرضوا عنهم فأعرضوا عنهم إنهم رجس ومأواهم جهنم جزاء بما كانوا يكسبون. അവരിലേക്ക് മടങ്ങിച്ചെന്നാൽ അവരുടെ കുറ്റം നിങ്ങൾ അവഗണിക്കുന്നതിനു വേണ്ടി അല്ലാഹുവിനെ പിടിച്ചാണയിട്ടുകൊണ്ടിരിക്കും. ശരി, നിങ്ങൾ അവരെ വിട്ടകലുക തന്നെ ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ അവർ മാലിന്യമാകുന്നു. തങ്ങൾ സമ്പാദിച്ചതിന്റെ പകരമായി വിധിക്കപ്പെടുന്ന നരകമാകുന്നു അവരുടെ യഥാർത്ഥ സങ്കേതം. ലിത്തോയിരിലു, അതായത് അവരെ അവഗണിക്കുന്നതിനു വേണ്ടി എന്നതുകൊണ്ട് ഉദ്ദേശ്യം അവരുടെ ദുഷ്പ്രവൃത്തികൾ പൊറുക്കുക എന്നാണ്. ഫആരിലു എന്ന വാക്കിന്റെ താൽപര്യം അവനുമായുള്ള ബന്ധം മുറിക്കുക എന്നാണ്. സൂക്തത്തിന്റെ സാരമിതാണ്: നിങ്ങൾ അവരുടെ വഞ്ചനകൾ പ്രശ്നമാക്കരുതെന്നാണ് അവരാഗ്രഹിക്കുന്നത്. എന്നാൽ അവരോട് ഒരു ബന്ധവും പുലർത്താതിരിക്കുകയാണ് നിങ്ങൾക്കുത്തമം. നിങ്ങളും അവരുമായി എല്ലാ ബന്ധവും അറ്റിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. يحلفون لكم لترضوا عنهم فإن ترضوا عنهم فإن الله لا يرضى عن القوم الفاسقين. അവരെക്കുറിച്ച് തൃപ്തരാകാൻ വേണ്ടി നിങ്ങളോടവർ സത്യം ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ നിങ്ങൾ അവരെക്കുറിച്ച് തൃപ്തരായാൽ തന്നെ ധിക്കാരികളായ ആ ജനത്തെ അല്ലാഹു ഒരിക്കലും തൃപ്തിപ്പെടുന്നില്ല. الأعراب أشد كفرا ونفاقا وأجدر ألا يعلموا حدود ما أنزل الله على رسوله والله عليم حكيم. ഈ ബദവി അറബികൾ നിഷേധത്തിലും കാപട്യത്തിലും കൂടുതൽ കടുത്തവരാകുന്നു. അല്ലാഹു അവന്റെ ദൂതന് അവതരിപ്പിച്ചിട്ടുള്ള ദീനിന്റെ പരിധികളെക്കുറിച്ച് അജ്ഞരായിരിക്കാൻ ഏറെ സാധ്യതയുള്ളവരാണവർ. അല്ലാഹു എല്ലാം അറിയുന്നു, അവൻ അഭിജ്ഞനും യുക്തിമാനുമാകുന്നു. മുമ്പ് പ്രസ്താവിച്ച പോലെ മദീനയുടെ പരിസരത്തുള്ള ഗ്രാമീണരും മരുഭൂവാസികളുമായ അറബികളാണ് ഇവിടെ വിവക്ഷ. മദീനയിൽ ശക്തമായൊരു സംഘടിത പ്രസ്ഥാനം ഉയർന്നുവരുന്നത് കണ്ടപ്പോൾ അവർ ആദ്യം പരിഭ്രാന്തരായി. പിന്നെ കുഫറും ഇസ്ലാമും തമ്മിലുള്ള സംഘർഷങ്ങളിൽ ഒരു ഘട്ടം വരെ അവസരവാദത്തിന്റെ നയം സ്വീകരിച്ചു പോന്നു. ഇസ്ലാമിക ഭരണത്തിന്റെ അധികാര പരിധി ഹിജാസിന്റെയും നജദിന്റെയും ഭൂഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നതും
അതിനെതിരെ ശത്രുഗോത്രങ്ങളുടെ ശക്തി നിഷ്പ്രഭമാകുന്നതും കണ്ടപ്പോൾ ഇസ്ലാമിക വൃത്തത്തിൽ കടന്നുകൂടുകയാണ് അവസരോചിതമെന്ന് ഇക്കൂട്ടർ മനസ്സിലാക്കി. എന്നാൽ അവരിൽ ഒരു ചെറിയ വിഭാഗം ഇസ്ലാമിനെ സത്യമതമായി അംഗീകരിച്ച് ഹൃദയംഗമമായി വിശ്വസിക്കുകയും ആത്മാർത്ഥമായി അതിന്റെ താൽപര്യങ്ങൾ പൂർത്തീകരിക്കാൻ സന്നദ്ധരാവുകയും ചെയ്തവരായിരുന്നു. പക്ഷേ ബദവി അറബികളിൽ മിക്ക പേരും ഇസ്ലാമിലേക്ക് വന്നത് യഥാർത്ഥ വിശ്വാസത്തിന്റെ പേരിലായിരുന്നില്ല. സ്വാർത്ഥലാഭത്തിനു വേണ്ടിയുള്ള തന്ത്രം മാത്രമായിരുന്നു അതിന്റെ പിന്നിൽ. അധികാരത്തിലിരിക്കുന്ന കക്ഷിയിൽ അംഗമാകുന്നതുകൊണ്ട് ലഭിക്കാവുന്ന നേട്ടങ്ങൾ അനുഭവിക്കുന്നതോടൊപ്പം ബാധ്യതകളിൽ നിന്നെല്ലാം ഒഴിയുക എന്നതായിരുന്നു അവർക്കാവശ്യം. ഇസ്ലാം അവരുടെ മേൽ ചുമത്തുന്ന ധാർമ്മിക നിയന്ത്രണങ്ങൾ, ദീൻ സ്വീകരിക്കുന്നതോടെ നിർബന്ധമാകുന്ന നോമ്പ് നമസ്കാരാദികൾ, തങ്ങളുടെ ഈന്തപ്പനത്തോട്ടങ്ങളിൽ നിന്നും ഉൽപ്പന്നങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥന്മാരാൽ വ്യവസ്ഥാപിതമായി പിരിച്ചെടുക്കുന്ന സക്കാത്ത്, ചരിത്രത്തിലാദ്യമായി തങ്ങൾ ഒരു അച്ചടക്ക വ്യവസ്ഥയ്ക്ക് വിധേയമാവേണ്ടി വന്ന സ്ഥിതിവിശേഷം, കൊള്ളയടി ലക്ഷ്യമാക്കിയുള്ള യുദ്ധത്തിനല്ലാതെ ദൈവമാർഗത്തിലെ പാവന സമരത്തിൽ സഹിക്കേണ്ടി വരുന്ന സാമ്പത്തിക ശാരീരിക ത്യാഗങ്ങൾ, ഇതെല്ലാം അവർക്ക് അത്യന്തം അരോചകമായിരുന്നു. അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞുമാറാനുള്ള ഉപായങ്ങൾ അവർ പ്രയോഗിച്ചു നോക്കി. സത്യമേത്? തങ്ങളുടെയും മനുഷ്യരാശിയുടെയും യഥാർത്ഥ വിജയം ഏതിലാണുള്ളത്? ഇത്യാദി കാര്യങ്ങളൊന്നും അവർക്ക് പ്രശ്നമേ ആയിരുന്നില്ല. സ്വാർത്ഥലാഭങ്ങളും സുഖസൗകര്യങ്ങളും വിളനിലങ്ങളും കന്നുകാലികളും മറ്റു സാമ്പത്തിക നേട്ടങ്ങളും സ്വന്തം കൂടാരങ്ങൾക്ക് ചുറ്റുമുള്ള പരിമിത ലോകവും മാത്രമായിരുന്നു അവർക്ക് അഭികാമ്യം. അതിലപ്പുറം വല്ല കാര്യത്തിലും അവർക്ക് വിശ്വാസമുണ്ടായിരുന്നുവെങ്കിൽ പീർ ഫക്കീർമാരിലുള്ള വിശ്വാസത്തിന് തുല്യമായ ഒന്നായിരുന്നു അത്. നേർച്ചകൾക്കും നിവേദ്യങ്ങൾക്കും പകരമായി ഭക്തജനങ്ങൾക്ക് ധനലാഭം, സന്താനലാഭം, ആപത്ത് മുസീബത്തുകളിൽ നിന്നു രക്ഷ മുതലായവ ഉറപ്പുവരുത്തുന്ന രക്ഷകളും ഏലസുകളും നൽകുക, പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുക, ഇതൊക്കെയാണല്ലോ ദിവ്യന്മാരിൽ നിന്നും സിദ്ധന്മാരിൽ നിന്നും ലഭിക്കാനുള്ളത്. എന്നാൽ തങ്ങളുടെ സാമ്പത്തിക, സാമൂഹിക, നാഗരിക ജീവിത മേഖലകളെ നിയമധർമ്മങ്ങളുടെ ചട്ടക്കൂട്ടിൽ ഒതുക്കി നിർത്താനോ സാർവലൗകിക വിപ്ലവത്തിനായി ജീവനും ധനവും ത്യജിക്കാനോ ആവശ്യപ്പെടുന്ന ഒരു വിശ്വാസം അംഗീകരിക്കാൻ അവർ സന്നദ്ധരല്ലായിരുന്നു. ബദവികളും ഈ നിലപാട് മുമ്പിൽ വെച്ച് പ്രസ്താവിക്കുകയാണ്. നഗരവാസികളെ അപേക്ഷിച്ച് ഗ്രാമീണരും മരുഭൂവാസികളുമായ ഇക്കൂട്ടരാണ് കൂടുതൽ കപടവിശ്വാസപരമായ നിലപാട് അവലംബിക്കുക. ഇവരിലാണ് സത്യനിഷേധ സ്വഭാവം കൂടുതൽ പ്രകടമാവുക. കാരണം നഗരവാസികൾക്ക് അറിവുള്ളവരോടും സജ്ജനങ്ങളോടുമുള്ള സഹവാസത്തിന്റെ ഫലമായി ദീനിനെയും അതിന്റെ നിയമങ്ങളെയും പറ്റി ഒരുവിധം പഠിക്കാൻ അവസരം ലഭിച്ചിരിക്കും. ഈ നാട്ടിൻപുറത്തുകാർക്ക് അതിനുള്ള അവസരം വളരെ വിരളമാണ്. ജീവിതം മുഴുക്കെ കേവലം ഉദരജീവിയെപ്പോലെ രാപ്പകൽ ആഹാര സമ്പാദനത്തിൽ കറങ്ങുകയാണവർ. ലൗകിക ജീവിതത്തിന്റെ ആവശ്യങ്ങളിലുപരി മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ അവർക്ക് അവസരം ലഭിക്കുന്നില്ല. മറ്റൊരു വസ്തുത ഇവിടെ സൂചിപ്പിക്കുന്നത് ഉചിതമായിരിക്കും. ഈ സൂക്തങ്ങൾ അവതരിച്ച് ഏതാണ്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് ആരംഭത്തിൽ മതപരിത്യാഗവും സക്കാത്ത് നിഷേധവും പൊട്ടിപ്പുറപ്പെടുകയുണ്ടായല്ലോ. അതിന് പ്രധാന കാരണങ്ങളിലൊന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. وَمِنَ الْأَعْرَابِ مَن يَتَّخِذُ مَا يُنْفِقُ مَغْرَمًا وَيَتَرَبَّصُ بِكُمُ الدَّوَائِرَ عَلَيْهِمْ دَائِرَةُ السَّوْءِ وَاللَّهُ سَمِيعٌ عَلِيمٌ. തങ്ങൾ ദൈവിക മാർഗത്തിൽ ചെലവഴിക്കുന്നതെന്തും പിഴയും നഷ്ടവുമായി ഗണിക്കുന്ന ചിലരും ഈ ബദവികളുടെ കൂട്ടത്തിലുണ്ട്. നിങ്ങൾക്ക് വല്ല ആപത്തും സംഭവിക്കാൻ കാത്തിരിക്കുകയാണവർ. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ ചുമത്തിയ ഉത്തരവാദിത്വങ്ങളൊക്കെ വലിച്ചെറിയാമല്ലോ. എന്നാൽ ദുരവസ്ഥ അവർക്കു തന്നെയാണ് വരാൻ പോകുന്നത്. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമല്ലോ. അതായത് തങ്ങളിൽ നിന്ന് വസൂലാക്കപ്പെടുന്ന സക്കാത്ത് ഒരു പിഴയായിട്ടാണ് അവർ കാണുന്നത്. യാത്രക്കാരായ അതിഥികളെ സൽക്കരിക്കുന്നത് പോലുള്ള നിസ്സാരമായ ബാധ്യതകൾ പോലും അവർക്ക് വലിയ ഭാരമായി തോന്നുന്നു. വല്ല യുദ്ധസംരംഭത്തിനും സംഭാവന നൽകേണ്ടി വരുന്ന പക്ഷം ഹൃദയംഗമമായി ദൈവപ്രീതി മോഹിച്ചുകൊണ്ടല്ല, മനമില്ലാ മനസ്സോടെ കൂറ് സംശയിക്കാതിരിക്കാൻ മാത്രമാണ് നൽകുന്നത്. وَمِنَ الْأَعْرَابِ مَن يُؤْمِنُ بِاللَّهِ وَالْيَوْمِ الْآخِرِ وَيَتَّخِذُ مَا يُنْفِقُ
تُوَفِّقُ قُرُبَاتٍ عِندَ اللَّهِ وَصَلَوَاتِ الرَّسُولِ أَلَا إِنَّهَا قُرْبَةٌ لَهُمْ سَيُدْخِلُهُمُ اللَّهُ فِي رَحْمَتِهِ إِنَّ اللَّهَ غَفُورٌ رَحِيمٌ. ഇതേ ബദവികളിൽ തന്നെ ചിലയാളുകൾ ഇങ്ങനെയുമുണ്ട്. അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുള്ളവരും തങ്ങൾ ചെലവഴിക്കുന്നതെന്തും അല്ലാഹുവിങ്കൽ സാമീപ്യം സിദ്ധിക്കുന്നതിനും ദൈവദൂതനിൽ നിന്ന് അനുഗ്രഹ പ്രാർത്ഥന ലഭിക്കുന്നതിനുമുള്ള മാർഗമാക്കുന്നവരുമത്രേ അവർ. അതെ, തീർച്ചയായും അതവർക്ക് ദൈവസാമീപ്യം സിദ്ധിക്കുന്നതിനുള്ള മാർഗം തന്നെയാകുന്നു. അല്ലാഹു അവരെ തന്റെ അനുഗ്രഹത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. നിശ്ചയം അല്ലാഹു പൊറുത്തുകൊടുക്കുന്നവനും കാരുണ്യമരുളുന്നവനുമാകുന്നു. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. സത്യദീനിന്റെ വിളിക്കുത്തരം നൽകുന്നതിൽ ഒന്നാമന്മാരായി മുന്നേറിയ മുഹാജിറുകളും അൻസ്വാറുകളും അതുപോലെ അവർക്ക് ശേഷം സത്യസന്ധമായി അവരെ പിന്തുടർന്നവരുമുണ്ടല്ലോ. അല്ലാഹു അവരിൽ സംതൃപ്തനായിരിക്കുന്നു, അവർ അവനിലും സംതൃപ്തരായിരിക്കുന്നു. അല്ലാഹു അവർക്ക് വേണ്ടി താഴ്ഭാഗങ്ങളിലൂടെ അരുവികളൊഴുകുന്ന ആരാമങ്ങൾ ഒരുക്കിവെച്ചിട്ടുണ്ട്. അവർ അതിലെ നിത്യവാസികളാകും. ഇതുതന്നെയാകുന്നു മഹത്തായ വിജയം.